എത്ര കിട്ടിയാലും പോരാ. ഇപ്പോൾ ഓരോ വ്യക്തികൾ എന്താ ചെയ്യണത്, നമ്മൾ ഓരോരോ ആൾക്കാർ മലയാളത്തിൽ സംഭവിക്കണല്ലേ. ഇപ്പോൾ ഞാൻ ഈ ദിവസം തമിഴ്നാട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇവരെല്ലാം കേരളക്കാർക്ക് പഠിക്കണം തോന്നാന്ന് പറഞ്ഞ്. തമിഴ്നാട് കണ്ടപ്പോഴേ ഞാൻ ഇവരെല്ലാം കേരളക്കാർക്ക് പഠിക്കുക. അതാണ് ഞാൻ ഇത് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ചെന്നാൽ മനസ്സിലാവും. അതിർത്തി പ്രദേശങ്ങളിലെല്ലാം പണ്ടുണ്ടായിരുന്നത് സാധാരണ മനുഷ്യൻ ജീവിക്കാൻ പറ്റിയൊരു വീട് അത്രേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവരെല്ലാവരും 2 നിലയും 3 നിലയൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ 3 നില ആക്കിയാൽ കുഴപ്പമില്ല. എന്താ പ്രശ്നം, അതിനകത്ത് 30 ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 3 പേരെ താമസിക്കുന്നുള്ളൂ 3 നിലയിൽ. അവിടെയാണ് ഈ ഞാനെന്ന് പറഞ്ഞ സാധനം പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വല്ല മാർഗം ഉണ്ടാ? ഇപ്പം ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരികയെ, വിരുന്നുകാർ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ 2 കൈ നീട്ടിക്കൊണ്ട് അവരുടെ വായും പൊളിച്ച്, ചുമ്മാ അഭ്യാസമാണ്. അവർക്ക് പറയാം മലയാളിക്ക് കുറച്ച് അഭിനയം കൂടുതലാണല്ലോ, നമ്മളെല്ലാവരും ആക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇവർ വായും പൊളിച്ചോണ്ടിങ്ങനെ ഇത്ര നാളെ കണ്ടിട്ട് ഈ വഴിയൊക്കെ മറന്നാ ആര് വെറുതെ പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ അടിച്ചു വിടാണെന്ന് അവർക്ക് അറിയാം, നമുക്കറിയാം. ഈ വഴിയൊക്കെ മറന്നാന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചിങ്ങനെ 70 അമ്മയിൽ പല്ലും കാണിച്ചിരിക്കല്ലേ. അപ്പോൾ അവർ പറയണം എൻ്റെ കൊച്ച് എൻ്റെ ഇളയമ എൻ്റെ കൊച്ച് മറന്നു, ഞാനോർത്ത് അതാണ് നമ്മുടെ വീടെന്ന് പറഞ്ഞു. ഞാൻ കുറേ നാളായില്ലേ ഇവിടെ വന്നിട്ട് 10-12 കൊല്ലം ഞാനോർത്ത് അതാണെന്ന് പറഞ്ഞു. ആ വീട്ടിൽ കയറി കാറിലെ വീട്ടിൽ കയറി ചെന്നു. ഇവിടെ വീട്ടിൽ കാറില്ല. അപ്പോൾ അവിടെ ഇവരുടെ വീടാണെന്ന് പറഞ്ഞാൽ അവിടെ കയറി ചെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഈ 70 അങ്ങനെ തന്നെ കൊട്ടി അടച്ച് തീർന്ന പരിപാടി. ഇതാണ് ഞാനെന്ന് പറഞ്ഞ സാധനം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അവരെ എന്നെയും തമ്മിൽ തുലം ചെയ്തിട്ടില്ലേ. അപ്പോൾ ഞാൻ അവരല്ലെന്ന് പറയുമ്പോൾ എനിക്കെന്താ കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്. വീട് മാറി കയറിയെന്ന് പറഞ്ഞത്. വീട് മാറി കയറിയപ്പോൾ തന്നെ നെഞ്ചുവേദനയായി. വേറെ പറഞ്ഞതേ ഉള്ളൂ. നമ്മളാരും കയറില്ല, അവരാണ് കയറിയത്. അവർ നമ്മുടെ വീട് മാറി വേറെ വീട്ടിൽ കയറിയെന്ന് പറഞ്ഞാൽ നമുക്ക് നെഞ്ചുവേദന. ഇതാണ് നെഞ്ചുവേദന പറയണം. ബ്രഹ്മാസ്മി അല്ല ശരിക്കും നെഞ്ചുവേദന. മറ്റ് കണ്ടവൻ്റെ വീട് നമ്മളെ കളത്തിൽ വലുതാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഞാനില്ലേ, അതാണ് നെഞ്ചുവേദനയോട് എടുക്കണം ഞാൻ.